നമ്മളിപ്പോഴത് ഷെഫ് ഷാൻ. Welcome to Chef Shower, the magical blue city of Morocco. Let's explore its beauty, flavors and culture together. Stay tuned. ഹലോ, നമ്മളിപ്പോഴത് ഷെഫ് ഷാനിലാണ്. ഷെഫ് ഷാൻ എന്ന് പറയുന്നത് മൊറോക്കോൻ്റെ നോർത്ത് സൈഡിലുള്ള ഒരു പ്ലേസ് ആണ്. ഈ പറയുമ്പോൾ ഇതിനെ ബ്ലൂ സിറ്റി എന്നും കൂടെ പറയലുണ്ട്. കാരണം ഇതേപോലത്തെ നല്ല വൈബ്രൻറ്റ് ബ്ലൂ കളേഴ്സിൽ ഫുൾ ഈ സിറ്റി കവർ ചെയ്തിട്ടാണ്. ഇതുപോലെ പല ഷെയ്ഡ്സ് ഓഫ് ബ്ലൂസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വൈറ്റും ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ട് നമ്മൾ നിൽക്കുന്ന ആ റൂമിൻ്റെ വ്യൂവിനെ അതിൽ ആഡ് ചെയ്യുക. അടിപൊളി വ്യൂ ആണ്. ബ്ലൂവും വൈറ്റൊക്കെ മിക്സ് ആയിട്ട് ഭയങ്കര രസമാണ് കാണാൻ. അതേപോലെ ഇതൊരു മലൻ്റെ മുകളിലാണ് ഈ സാധനം ഉള്ളത്. അപ്പോൾ കാണുമ്പോൾ വേറെ തന്നെ ഒരു ഭയങ്കര രാവിലെയൊക്കെ ഭയങ്കര അടിപൊളി. ഓരോ വീടാണ് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ കുറേ ഹോട്ടൽസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതേപോലെ ഭയങ്കര സീനിക്കിന് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പ്ലേസും കൂടിയാണ്. അതിൻ്റെ മേലെ ഒരു ചെറിയൊരു വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ട് പോയത്. പക്ഷേ ഇപ്പോൾ വാട്ടർഫോളൊന്നും ഇല്ല. മെയിൻ ഇവിടുത്തെ അട്രാക്ഷൻ ഈ ബ്ലൂ സിറ്റി മദീന, ഇങ്ങനെ ബ്ലൂ മദീന ഇങ്ങനെ കറങ്ങി കാണലാണ്. അപ്പുറത്ത് സ്പാനിഷ് മോസ്കും പിന്നെ വാട്ടർഫോളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ വലിയ കാണാനൊന്നുമില്ല. ഇതേപോലെ തന്നെ എല്ലായിടത്തും ഈ ബ്ലൂ കാണാൻ വേറെ തന്നെ ഒരു രസം. ഇത് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ ത്രൂ വൈറലായി പിക്ചേഴ്സൊക്കെ വൈറലായിട്ടാണ് ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഇത്രയും ആൾക്കാരിലേക്ക് എത്തിയത്. കാരണം നമുക്ക് മറാക്കിഷ്ന്നല്ല കാസാബ്ലാങ്കന്ന് നമുക്ക് 8 hours ജേർണി ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക്. അത് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. വരുന്ന റൂട്ടൊക്കെ കണ്ട ഭയങ്കര ഒരു മനുഷ്യൻ പോലും നിൽക്കാത്ത സ്ഥലം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര രസം. രാത്രി തന്നെ ഭയങ്കര വൈബാണ്. ആൾക്കാരൊക്കെ പുറത്തും ഈ ഇങ്ങനത്തെ കുട്ടി സ്ഥലത്ത് എല്ലായിടത്തും ആൾക്കാർ കൂടി എന്നിട്ട് ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഈ പകല് വേറെ ഈ ഒരു ബ്ലൂ കളറൊക്കെ കാണണമെങ്കിൽ പകലാണ്. പക്ഷെ സൺറൈസ് ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ എണീറ്റ് പോയി. പക്ഷേ ഭയങ്കര ഇന്നലെ മഴ ഉണ്ടായതുകൊണ്ട് മഞ്ഞ് കൂടിയിട്ട് സൺറൈസ് നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സിറ്റിയിലൊക്കെ ഇങ്ങനെ കറങ്ങിയിട്ട് നമുക്ക് ജസ്റ്റ് നോക്കിയാൽ. ഈ മെദീനയൊക്കെ ബ്ലൂ ആവാൻ കാരണം എന്താണെന്നറിയോ? പണ്ട് കാലത്ത് ഇവിടെ ജൂയിഷ് പീപ്പിളായിരുന്നു ഉണ്ടായത്. അവരുടെ സിംബോളിക് കളറായ ബ്ലൂ കളർ ഇൻ കണക്ഷൻ ടു സ്കൈ, ഹെവൻ ഓഫ് ഗോഡ് ഒക്കെ ആയിട്ട് അവരുടെ വീടുകളെല്ലാം ബ്ലൂ കളറായിട്ട് പെയിൻറ്റ് ചെയ്തു. പല ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര അട്രാക്റ്റീവായി തോന്നിയപ്പോൾ ടൂറിസത്തിലേക്ക് കടക്കാൻ വേണ്ടി കുറച്ചും കൂടി വീട്ടിലുള്ള ആൾക്കാരൊക്കെ അതേ കളറിൽ പെയിൻറ്റ് ചെയ്തു. അങ്ങനെയാണ് ആ ഒരു മദീന ഫുള്ള് ബ്ലൂ ആയത്. ഇത് വൺ ഓഫ് ദ സ്റ്റോറിയാണ് കേട്ടോ. പല സ്റ്റോറീസും ഉണ്ട്. പക്ഷേ മോസ്റ്റ് അക്സെപ്റ്റബിൾ സ്റ്റോറി ഇതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ് മൊറോക്കോയിലുള്ളത്. നാളെ രാവിലെ നമ്മൾ പാക്ക് ചെയ്യും. അതിന് മുന്നേ നമ്മൾ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ബാത്ത് എന്ന് പറയാം, മസാജും പിന്നെ സ്പാ പോലത്തെ ഒരു സംഭവം, ഹമാം എന്ന് പറയും ഇവിടെ. എന്തൊക്കെ ഒരു എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബും അവരുടെ ഒരു സ്പെഷ്യൽ സോപ്പും പിന്നെ എന്തൊക്കെ ഓയിൽ മസാജ്, അങ്ങനെ കുറേ സംഭവം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഹമാം. അതെല്ലാവരും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യലുണ്ട്. അപ്പോൾ ഞാനത് നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയിൽ നമുക്ക് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നൊരു ഡൗട്ട് ഉണ്ട്. ഇവനിപ്പോൾ നല്ല കറക്റ്റ് ടൈം നമ്മൾ തിരിച്ചു പോകുമ്പോഴേക്ക് ലാസ്റ്റ് ഡേ ഫൈനലി ഒന്ന് റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്ത് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എല്ലാ റിവ്യൂ ഒക്കെ കാണുമ്പോൾ നല്ലോണം എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും സ്പാ ചെയ്യണമായിരുന്നു. അങ്ങനെ ടയർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അത് എയർപോർട്ടിൽ ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. ഭയങ്കര ഡിലേ ആണ്. ഈ കാണുന്ന പോലത്തെ ക്യൂ ആണ്. ഇമിഗ്രേഷൻ്റെ സമയത്താണെങ്കിലും എൻട്രിയുള്ള സമയത്താണെങ്കിലും എല്ലാത്തിനും. നമ്മളെ കുട്ടി വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ലണ്ടനിലേക്ക് പോവാണ്. ലീസ്റ്റ് എക്സ്പെക്ട് ചെയ്ത് വന്നൊരു കൺട്രിയായിരുന്നു മൊറോക്കോ. ഇത്രയും ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. പക്ഷെ അടിപൊളി ലൊക്കേഷനും ആൾക്കാരൊക്കെ ഭയങ്കര സ്വീറ്റായിട്ടുള്ള ആൾക്കാർ, ഭയങ്കര ഹെൽപ്പിംഗ് ആയിട്ടുള്ള ആൾക്കാരും. ഇനിയും കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. അത് എല്ലാ കൺട്രി അങ്ങനെയാണ്, നമുക്ക് എല്ലാം ഒന്നിച്ചിട്ട് കവർ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഭയങ്കര അടിപൊളി മെമ്മറി ഉള്ള ഒരു കൺട്രി ആയിരുന്നു മൊറോക്കോ.